ഹലോ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇവല്യൂഷൻ ഓഫ് ദി കമ്പ്യൂട്ടിംഗ് മെഷീനാണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ, ഇന്ന് നമ്മൾ കാണുന്ന കമ്പ്യൂട്ടർ സിസ്റ്റം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്. ഒരു നിമിഷം കൊണ്ട് പെട്ടെന്നുണ്ടായ സാധനമല്ല കമ്പ്യൂട്ടർ. നിരവധി നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു കഥയാണ് കമ്പ്യൂട്ടറിനുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി നമ്മൾ നോക്കുവാണെങ്കിൽ. അതായത് പല 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 ഡിവൈസസുകളിൽ നിന്നാണ് ഇന്നത്തെ ഫോമിലേക്ക് കമ്പ്യൂട്ടർ വന്നത്. ആ ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പല ഡിവൈസിനെ കണ്ടു. അബാക്കസ്, പാസ്കലൈൻ, ലീബൻസ് കാൽക്കുലേറ്റർ, അങ്ങനെ പല മെഷീനുകൾ നമ്മൾ കണ്ടു. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന മെഷീൻ ഡിഫറൻസ് എഞ്ചിനാണ്. ഈ ഡിഫറൻസ് എഞ്ചിൻ ഡെവലപ്പ് ചെയ്തത് മിസ്റ്റർ ചാൾസ് ബാബേജ് ആണ്. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് എഞ്ചിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ഈ ചാൾസ് ബാബേജ് എന്താണ് ചിന്തിച്ചതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണെങ്കിൽ പോലും സിമ്പിളായിട്ടുള്ള ചില സ്റ്റെപ്പുകളിൽ കൂടി, അല്ലെങ്കിൽ വളരെ സിമ്പിളാക്കി എടുക്കാം എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അതായത് വലിയൊരു ടാസ്ക് നമ്മൾ കാണുമ്പോൾ വലിയൊരു ടാസ്ക് ആണെന്ന് തോന്നുമെങ്കിലും അതിനെ സിമ്പിൾ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്ത്, അല്ലെങ്കിൽ ചെറുതാക്കി അതിനെ സോൾവ് ചെയ്യാൻ. അപ്പോൾ ചെറുതാകുമ്പോൾ സോൾവ് ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സൊല്യൂഷൻ എല്ലാ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിനും ഉണ്ട് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അതിൽ നിന്നാണ് അദ്ദേഹം ഈ ഡിഫറൻസ് എഞ്ചിൻ എന്ന മെഷീൻ ഡിസൈൻ ചെയ്തത്. ഡിഫറൻസ് എഞ്ചിൻ്റെ മറ്റൊരു പ്രത്യേകത, അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ഇൻപുട്ട് കൊടുക്കാനും, ഇൻപുട്ട് കൊടുത്തതിന് ശേഷം പ്രോസസ്സ് ചെയ്ത ഇൻപുട്ട് കൊടുക്കാനായിട്ട് നമ്മൾ പഞ്ച്ഡ് കാർഡ് ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഇൻപുട്ട് പ്രോസസ്സ് ചെയ്തതിന് ശേഷം റിസൾട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻ്റ് ചെയ്ത് വരുന്ന ഒരു സിസ്റ്റമായിരുന്നു ഡിഫറൻസ് എഞ്ചിൻ. അപ്പോൾ വളരെ എളുപ്പമായി. ഡിഫറൻസ് എഞ്ചിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം പഠിച്ച പാസ്കലൈനോ അല്ലെങ്കിൽ നേപ്പിയേഴ്സ് ബോണോ പോലും ഒന്നും അല്ലായിരുന്നു. ഇത് ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ പാർഷ്യലി ഓട്ടോമാറ്റിക് ആയിരുന്നു. അതുപോലെ തന്നെ ഇതൊരു ഇലക്ട്രോണിക് ഡിവൈസും ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഡിഫറൻസ് എഞ്ചിനാണ് അദ്ദേഹം ഡിസൈൻ ചെയ്ത് എടുത്തത്. ഓക്കെ, അപ്പം അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനായിട്ട് നമ്മൾ ഡിഫറൻസ് എഞ്ചിനെ കാണുന്നു. കാരണം എല്ലാ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും ഇങ്ങനെ ഈ സാധനം ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഡിഫറൻസ് എഞ്ചിൻ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് തന്നെ ചെയ്യാമെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. ഇവിടെ നമ്മൾ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ ചാൾസ് ബാബേജിൻ്റെ ഒരു പടം ആണ് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇതാണ് അദ്ദേഹം ഉണ്ടാക്കിയ മെഷീൻ, ഡിഫറൻസ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, അത് വളരെ വലിയൊരു മെഷീനാണ്. ഒട്ടും ചെറുതല്ല, വളരെ വലിയൊരു മെഷീനാണ് എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ചാൾസ് ബാബേജിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1791 മുതൽ 1871 വരെ ഉള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പോൾ ഇത് ഡിഫറൻസ് എഞ്ചിൻ എന്ന് പറയുന്നു. ഡിഫറൻസ് എഞ്ചിൻ ഉപയോഗിച്ച് മാത്തമാറ്റിക് ഓപ്പറേഷൻസ് ചെയ്യുകയും അതുപോലെ തന്നെ അതിന്റെ റിസൾട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പ്രിന്റ് ചെയ്യുകയും ചെയ്യാനുള്ള ഒരു മെഷീൻ അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തു. ഇനി പിന്നീട് അതിനുശേഷം അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്തോ ആയി എന്നൊരു വിചാരമാണ്, നമുക്ക് ഇനിയൊന്നും വേണ്ട, നമ്മൾ എന്തൊക്കെയോ നേടി. പക്ഷെ ഒരിക്കലും അങ്ങനെ ഇരുന്നവരല്ല ഈ പറയുന്ന മാത്തമാറ്റീഷ്യൻസ് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാര്. അവരെന്ത് ചെയ്തു വെച്ചാൽ അവർ വീണ്ടും വീണ്ടും ഗവേഷണങ്ങൾ നടത്തി. അതിൽ നിന്നാണ് നമുക്ക് പുതിയ പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാകാനായിട്ട് സാധിച്ചത്. അപ്പം ഇദ്ദേഹം ഡിഫറൻസ് എഞ്ചിൻ ഉണ്ടാക്കി അത് സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്തു എന്നതിന് ശേഷം അദ്ദേഹം ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, he conceived the idea of a better machine that could perform not just one mathematical task but any kind of calculation. ഏത് തരത്തിലുള്ള കാൽക്കുലേഷനും ചെയ്യാൻ പറ്റിയ ഒരു ഡിവൈസിനെ പറ്റി അദ്ദേഹം ചിന്തിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഡിഫറൻസ് എഞ്ചിനാണ് നമ്മളിപ്പോൾ കണ്ടത്. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അനലിറ്റിക്കൽ എഞ്ചിനാണ്. ഇവിടെ അനലിറ്റിക്കൽ എഞ്ചിന്റെ ഒരു റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? എ മോഡൽ ഓഫ് അനലിറ്റിക്കൽ എഞ്ചിൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. കണ്ടല്ലോ എല്ലാവരും? ഓക്കെ,
ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അനലിറ്റിക്കൽ എഞ്ചിൻ ഡിസൈൻ ചെയ്തത് ചാൾസ് ബാബേജ് തന്നെയാണ്. ഇവിടെ അദ്ദേഹം എന്താണ് ചെയ്തത് എന്ന് വെച്ചാല്, ഈ അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ് എന്ന ഒരു പർപ്പസിൽ നിന്ന് മാറി, അല്ലെങ്കിൽ ഒരു സിമ്പിൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്നതിൽ നിന്ന് മാറി ഒരു ജനറൽ പർപ്പസ് മെഷീൻ ആക്കി എടുക്കാൻ ശ്രമിച്ചു. എന്താണ് ജനറൽ പർപ്പസ് മെഷീൻ എന്ന് പറഞ്ഞാൽ അർത്ഥം? അതായത് നമ്മളിപ്പോ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? സാധാരണഗതിയിൽ ഈ ഫോൺ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഫോൺ നമ്മൾ ഉപയോഗിക്കുന്ന ടെലിഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ആദ്യകാലത്ത് വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൺ ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക എന്നൊരു പർപ്പസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതാണ് മൊബൈൽ ഫോൺ. പക്ഷെ ഇപ്പൊ നമ്മുടെ കയ്യിൽ, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അല്ല, ഫോണാണ്. പക്ഷെ ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ എന്ന പേരിൽ നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു ആവശ്യമേ അതിനെ കൊണ്ട് ഫോൺ വിളിക്കാനുള്ളൂ. നമ്മുടെ മറ്റു പല കാര്യങ്ങളും നിർവഹിച്ചു തരുന്നതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ ഇന്നത്തെ കാലത്ത്. അപ്പൊ ഈ സ്മാർട്ട് ഫോൺ ഒരു ജനറൽ പർപ്പസ് ഡിവൈസ് ആണ്. അതായത് ഒരേ സാധനം തന്നെ പല കാര്യങ്ങൾ ചെയ്തു തരുന്നു. അതിനെയാണ് ജനറൽ പർപ്പസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു കാര്യം മാത്രമല്ല, പല കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു മെഷീൻ. അദ്ദേഹം ചാൾസ് ബാബേജ് വെറും സിമ്പിൾ കാൽക്കുലേഷൻസ് ചെയ്യുന്നതിനപ്പുറത്ത് ഈ മെഷീനെ കൊണ്ട് ഒരു ജനറൽ പർപ്പസ് മെഷീൻ ആക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ഇനി അദ്ദേഹം അതിനുവേണ്ടി ചെയ്തത് എന്താണ് എന്ന് വെച്ചാല്, ഈ മെഷീന്, അതായത് അനലിറ്റിക്കൽ എഞ്ചിൻ എന്ന മെഷീനകത്ത് ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു. സ്റ്റോർ എന്ന് പറഞ്ഞാൽ മെമ്മറി. ഒരു മെമ്മറി, കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമല്ലേ നമ്മൾ സ്റ്റോർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു മെമ്മറി ഉണ്ടായിരുന്നു. അപ്പം ഈ മെമ്മറിക്കകത്ത് നമ്പറുകള്, ഇന്റർമീഡിയറ്റ് റിസൾട്ട്സ്, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിച്ചു. ഇതുവരെ സ്റ്റോറേജ് ഒന്നും ഇല്ലായിരുന്നു. ആ പഞ്ച് കാർഡിൽ ഇൻപുട്ട് അങ്ങോട്ട് കൊടുക്കാൻ സ്റ്റോർ ചെയ്യാന്നുള്ളതല്ലാതെ ഇന്റർമീഡിയറ്റ്, അത് ഇടയ്ക്കൊക്കെ റിസൾട്ടുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാന്നൊക്കെ ഒരു ഫെസിലിറ്റി വന്നു. പിന്നീട് അതിനകത്തൊരു മില്ലുണ്ടായിരുന്നു. മില്ല്, നിങ്ങൾ ഈ മില്ലെന്ന് കേട്ടിട്ട് കാണുമായിരിക്കും അല്ലെ? ഈ അരി പൊടിക്കുന്ന മില്ല്, ഗോതമ്പ് പൊടിക്കുന്ന മില്ല് എന്നൊക്കെ മില്ലുകൾ കേട്ടിട്ട്. അവിടെ എന്താ നടക്കുന്നത്? നമ്മൾ അരി കൊണ്ട് കൊടുത്താൽ അവരെന്ത് ചെയ്തു? പൊടിച്ചു തരുന്നു. അവിടെ പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പം ഇവിടെ പ്രോസസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മില്ലുണ്ടായിരുന്നു. മില്ലെന്നാണ് അതിന് അദ്ദേഹം വിളിച്ച പേര് മില്ലാണ്. ആക്ച്വലി ഈ മില്ല് ഇപ്പൊ എന്താണ്, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ മില്ല് എന്ന് പറഞ്ഞാൽ പ്രോസസ്സറാണ്, കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥലം. അപ്പം ഈ അനലിറ്റിക്കൽ എഞ്ചിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്? ഒരു മെമ്മറി ഉണ്ടായിരുന്നു, ഒരു പ്രോസസ്സർ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു ജനറൽ പർപ്പസ് മെഷീൻ, അല്ലാതെ സിമ്പിൾ കാൽക്കുലേഷൻ അല്ലാതെ ജനറൽ ആയിട്ട് മറ്റ് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കത്തക്ക രീതിയിലാണ് അദ്ദേഹം ഇതിനെ ഡിസൈൻ ചെയ്തത്. ഇവിടെ ഇൻപുട്ടിന് വേണ്ടിയിട്ടും ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടും പഞ്ച്ഡ് കാർഡാണ് ഉപയോഗിച്ചത്. പഞ്ച്ഡ് കാർഡ് എന്ന് പറഞ്ഞാൽ കാർഡുകൾ, അതായത് വെറും ഇങ്ങനെ നല്ല പേപ്പർ കാർഡുകളിൽ പഞ്ച് ചെയ്യുന്നു, അതായത് പ്രസ് ചെയ്ത് ഒരു പാറ്റേൺ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സാധനമായിരുന്നു ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഇനി ഈ പഞ്ച്ഡ് കാർഡില് ഇൻസ്ട്രക്ഷൻസ് എഴുതി സൂക്ഷിച്ചിരുന്നു. ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുന്ന കാര്യമാണ് ഇൻസ്ട്രക്ഷൻ. യു സ്റ്റാൻഡ് അപ്പ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ. അതുപോലെ കമ്പ്യൂട്ടറിനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് ഉണ്ടായിരുന്നു? ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ ഇൻസ്ട്രക്ഷൻസ് എഴുതണമായിരുന്നു. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ ഇൻസ്ട്രക്ഷൻ എഴുതണമായിരുന്നു. ആ എഴുതാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. ആ അസിസ്റ്റന്റ് ഒരു ലേഡി ആയിരുന്നു. അവരുടെ പേര് നമ്മൾ അറിയണം. അവരുടെ പേരാണ് അഗസ്റ്റ അഡാ കിങ് എന്നായിരുന്നു അവരുടെ പേര്. നമ്മുടെ പുസ്തകത്തില് അവരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അഗസ്റ്റ അഡാ കിങ് എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടത്. എന്നായിരുന്നു അവരുടെ പേര്. എന്താണ് ഒരു അസിസ്റ്റന്റിന്റെ ഈ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അവരുടെ പേര് ഈ വർഷങ്ങൾക്ക്, നൂറുകണക്കിന് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ എന്തിനാണ് ഓർത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഷീ ഈസ് കൺസിഡേർഡ് ആസ് ദി ഫസ്റ്റ് പ്രോഗ്രാമർ ഇൻ ദ വേൾഡ്. ഷീ ഈസ് കൺസിഡേർഡ് ആസ് ദി ഫസ്റ്റ് പ്രോഗ്രാമർ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ ആരാകാൻ ആഗ്രഹിക്കുന്നേ? പ്രോഗ്രാമർ ആകാന്. അങ്ങനെയാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ പറയുന്നതും. നമ്മുടെയൊക്കെ ഏറ്റവും, അതായത് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാമർ ആയിട്ട് നമ്മൾ കാണുന്ന ആളാണ് അഗസ്റ്റ അഡാ കിങ്. അവര് മെഷീൻ ലാംഗ്വേജിലായിരുന്നു പ്രോഗ്രാം എഴുതിയിരുന്നത്. മെഷീന്റെ തന്നെ ലാംഗ്വേജിൽ ഇൻസ്ട്രക്ഷൻസ് എഴുതുക തന്നെയായിരുന്നു ചെയ്തത്. ചാൾസ് ബാബേജ് ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്ന തിരക്കിൽ അദ്ദേഹത്തിന് പ്രോഗ്രാം എഴുതാനായിട്ട് ഒരു അസിസ്റ്റന്റിനെ വെച്ചതാണ്. ഓക്കെ, അപ്പോ ഇനി അടുത്തതായിട്ട് ഈ
അദ്ദേഹത്തെ പറ്റി അല്ലെങ്കിൽ ചാൾസ് ബാബേജിനെ പറ്റി അല്ലെങ്കിൽ അനലിറ്റിക്കൽ എഞ്ചിനെ പറ്റി ഞാൻ പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? എ മോഡൽ ഓഫ് അനലിറ്റിക്കൽ എഞ്ചിൻ. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു എ മോഡൽ ഓഫ് അനലിറ്റിക്കൽ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ മെഷീൻ ഒരിക്കലും ഉണ്ടാക്കപ്പെട്ടില്ല. ഇറ്റ് വാസ് നെവർ ബിൽറ്റ് എന്നാണ് പറഞ്ഞത്. ആ മെഷീൻ ഉണ്ടായില്ലെന്ന്. കാരണം എന്താ? ഉണ്ടാകാതിരിക്കാൻ കാരണം എന്താ? ഇത്രയെല്ലാം കഷ്ടപ്പെടുകയും ഇത്രയെല്ലാം അയാൾ ചെയ്യുകയും ചെയ്തിട്ടും ഈ മെഷീൻ എന്തുകൊണ്ട് ഉണ്ടായില്ല? മോഡലൊക്കെ ഉണ്ടാക്കിയെങ്കിലും എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന് ചോദിച്ചാൽ ടെക്നോളജിയുടെ അഭാവമാണ്. ടെക്നോളജിയുടെ അഭാവം എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ അദ്ദേഹത്തിന് ഐഡിയ ഉണ്ടായിരുന്നെങ്കിലും മറ്റ് സപ്പോർട്ട് കിട്ടിയില്ല. മറ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കണം നമ്മൾ വിചാരിക്കുന്നു എന്ന് കരുതുക. നമ്മളിപ്പോ ഒരു വണ്ടി ഉണ്ടാക്കണം നമ്മൾ വിചാരിക്കും. നമുക്ക് അതിന്റെ സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാം. പക്ഷെ സപ്പോസ് നമുക്കൊരു എഞ്ചിൻ വേണം അല്ലെ, അതിനൊരു എഞ്ചിൻ വേണം അല്ലെങ്കിൽ അതിനൊരു മോട്ടോർ വേണം. ഈ സാധനം നമുക്ക് കിട്ടിയില്ലെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് ഈ സാധനം കിട്ടുന്നില്ല. അതാണ് ലാക്ക് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മെഷീൻ എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. ഈ മെഷീൻ ഒരിക്കലും അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല. എന്നാൽ പോലും അദ്ദേഹത്തിന്റെ ഐഡിയാസ് അതിൽ നിന്നാണ് പിന്നീട് പിന്നീട് ഉണ്ടാക്കപ്പെട്ട കമ്പ്യൂട്ടറുകൾ ഉണ്ടായത്. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കി, അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം ഒരു മഹാനായ മനുഷ്യനായിരുന്നു അല്ലെ. ഒരു ജനറൽ പർപ്പസ് ഡിവൈസ് ആക്കിയിട്ട് കമ്പ്യൂട്ടറിനെ മാറ്റാമെന്ന് കണ്ട് അല്ലേ. ഇപ്പൊ നമ്മൾ ആരും കമ്പ്യൂട്ടറിനെ കാൽക്കുലേറ്റിംഗ് മെഷീനായിട്ട് ഉപയോഗിക്കുന്നേ ഇല്ല. നമുക്ക് വേറെ നൂറുകണക്കിന് സാധനങ്ങളുണ്ട് അല്ലേ. നമുക്ക് കമ്പ്യൂട്ടർ ഇപ്പൊ നമ്മൾ എന്താണ്? ജനറൽ പർപ്പസ് ആണ്, ജനറൽ പർപ്പസ് ഡിവൈസ് ആണ്. അപ്പൊ ആ ഒരു ഐഡിയ ഏറ്റവും ആദ്യമായിട്ട് ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളെന്ന നിലയിൽ നമ്മൾ അദ്ദേഹത്തിനെ വളരെ ബഹുമാനത്തോടു കൂടി ഫാദർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കുന്നു. 2 കോൺട്രിബ്യൂഷൻസ് ആണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഒന്ന് ഡിഫറൻസ് എഞ്ചിൻ, 2 അനലിറ്റിക്കൽ എഞ്ചിൻ. ഓക്കെ, അപ്പൊ ഹീസ് നോൺ ആസ് ദി ഫാദർ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. കാരണം ഇത്രയും ബേസിക് പ്രിൻസിപ്പിൾസ് കമ്പ്യൂട്ടറിന്റെ ഇന്നത്തെ കാലത്തെ മോഡേൺ കമ്പ്യൂട്ടറിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ഡിസൈൻ ചെയ്ത ആളെന്ന നിലയിൽ നമ്മൾ അദ്ദേഹത്തെ ഫാദർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കുന്നു. ഇത് നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. The analytical engine is considered as the real predecessor of the modern day computer. ഇന്നത്തെ കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പഴയ പുരാതന രൂപമായിട്ട് നമ്മൾ കാണുന്നു. It was marks the development from arithmetic calculation to general purpose machine, general purpose computation ആയിരുന്നു. അതുപോലെ തന്നെ it has a store where numbers and intermediate results could be stored. It has a processor also that is known as mill എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസിന് വേണ്ടി പഞ്ച് കാർഡ് ഉപയോഗിച്ചു. ഇൻസ്ട്രക്ഷൻസ് എഴുതാൻ വേണ്ടിയിട്ട് ഒരാളെ നിയമിച്ചു. അവരുടെ പേരാണ് അഗസ്റ്റ അഡാ കിങ്. അവരാരായിരുന്നു എന്നാണ് പറയുന്നത്? ഈസ് ദ ഫസ്റ്റ് പ്രോഗ്രാമർ ഇൻ ദ വേൾഡ്. മനസ്സിലായല്ലോ? ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അനലിറ്റിക്കൽ എഞ്ചിനെയൊക്കെ നമ്മൾ റെസ്പെക്റ്റോടുകൂടി മാത്രം കാണുക. കാരണം മനസ്സിലായല്ലോ, ഇത്രയും എന്താ പറയുന്നത്, ഇത്രയും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അനലിറ്റിക്കൽ എഞ്ചിനും ഡിഫറൻസ് എഞ്ചിനും. ഓക്കെ.